ശ്രീ അനിൽകുമാർ, ഈ സാഹചര്യം ഇന്ന് ഹൈക്കോടതിയിലടക്കം ഈ സാഹചര്യങ്ങളാകെ പരിശോധിക്കുന്നതിന് മറ്റൊരു സാഹചര്യം ഒരു തലം കൂടിയുണ്ട്. അതായത് ഇങ്ങനെ വലിയ വിവേചനം ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരളം എന്ന സംസ്ഥാനം ഈ രാജ്യത്ത് ഏറ്റവും അധികം കേന്ദ്ര സർക്കാരിനാൽ ഇത്രമേൽ വിവേചനം നേരിടുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ലാത്ത വണ്ണം നിൽക്കുകയാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെയും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ മുമ്പിൽ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും മികച്ചതുമായിട്ടുള്ളത് ഓണക്കാലമാണ്. നമ്മുടെ ഈ ഓണക്കാലം കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥ അല്പം ഭേദമായി നിന്നതിൻ്റെ ഒരു വലിയ മികവുണ്ട്. തുടർന്ന് അങ്ങോട്ട് മറ്റെല്ലാ തലങ്ങളിലും നോക്കിയാലും കേരളം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോഴും കേരളം അതിനെ ഏറ്റവും മികവോടെ അഭിമുഖീകരിച്ചെന്നോ അല്ലെങ്കിൽ ആ ഓണക്കാലം കടന്നുപോയി എന്ന് പറയാവുന്ന ഒരു സാഹചര്യവും അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കേരളത്തോട് വിവേചനപരമായി പെരുമാറുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ച് അവരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലാണോ കേരളത്തിൻ്റെ ഒരു പെർഫോമൻസ്? അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് കാലത്ത് അതിൻ്റെ തലേദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സർവേ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വരുന്നതാണ്. ആ സർവേയിൽ കണ്ടെത്തിയ കാര്യം, ഇന്ത്യ രാജ്യത്ത് കമ്പോളം ചുരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാറുകളുടെ വിൽപ്പന കുറഞ്ഞു. ഇടത്തരക്കാരുടെ ഉപഭോഗം എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വാങ്ങൽ കഴിവിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന ദുരന്തമെന്ന് പറയുന്നത് മാന്ദ്യത്തിലേക്കാണ്. ഇതാണ് ആ സാമ്പത്തിക മാന്ദ്യം ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ പരിഹാരമായിട്ട് GST ഇപ്പോൾ ഭേദഗതി വരുത്തി. അപ്പോൾ അതിൻ്റെ നേട്ടമാർക്കാണ്, ഗുണമാർക്കാണ്, ആരാണ് പണം കൊണ്ടുപോകുന്നത്? സമീപകാലത്ത് കാറുകളുടെ വില കുറയ്ക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന നേട്ടം എത്രയാണ്? ഇടതുപക്ഷ ജനാധിപത്യം പറയുന്നത് 62 ലക്ഷം വീടുകളിൽ 1600 കൊടുക്കുന്ന പെൻഷനൊന്ന് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരണം. അതൊരു 2000 ആക്കാനോ അല്ല, വാഗ്ദാനപ്രകാരം 2500 ആക്കാനോ ഞങ്ങൾക്കൊരു സഹായം തരണം. ഞങ്ങൾ തൽക്കാലം കേന്ദ്രം ഞങ്ങളെ സഹായിക്കണ്ട. ഞങ്ങളുടെ ആ കടമെടുപ്പിൻ്റെ പരിധിയുടെ കാര്യത്തിൽ നിങ്ങൾ ചില നിബന്ധനകൾ ഏർപ്പെടുത്തി ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ മതി. ഞങ്ങൾക്കൊരു കിബി ഉണ്ടല്ലോ, കിബിയിലൂടെ ഞങ്ങൾ തൽക്കാലം വികസനം എല്ലാം നടപ്പാക്കിക്കോളാം. അതിനെടുക്കുന്ന പൈസ എന്ന് പറയുന്നത്, വായ്പ എടുക്കുന്നതെന്ന് പറയുന്നത് കടത്തിൽ എഴുതി വെക്കരുത്. അത്ര നമ്മുടെ ആവശ്യമുള്ളൂ. സർക്കാർ ജീവനക്കാരുടെ DA എല്ലാം കൊടുത്തോളാം. ഒരു DA കുടിശ്ശിക ആവശ്യമില്ല. ഇവിടുത്തെ ചില ക്ഷേമ പദ്ധതികളിൽ അല്ലെങ്കിൽ ക്ഷേമനിധികളിൽ ചില കുടിശ്ശികകൾ കിടപ്പുണ്ട്. അത് തീർക്കാൻ കഴിയും. ഈ പെൻഷൻ തന്നെ ഒരു മാസത്തെ കുടിശ്ശിക ബാക്കിയുള്ളൂ. അതൊഴിച്ചുള്ളതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പം നമുക്കൊരു ശ്വാസം വിടാനുള്ള സമയമാണ് കേരളം ചോദിക്കുന്നത്. പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനം കേരളമാണ്. അത് സാമ്പത്തിക വളർച്ചയുടെ നേട്ടമല്ല, പിന്നെ എന്തിൻ്റെ നേട്ടമാണ്? കേരളം അടിസ്ഥാനപരമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെയും സേവന മേഖലയുടെയും മികവുണ്ട്. അതിൻ്റെ ഭാഗമായ 1-ാം സ്ഥാനമാണ്, പല രംഗത്തും 1-ാം സ്ഥാനം. അത് നിക്ഷേപ സൗഹൃദത്തിൽ 1-ാം സ്ഥാനത്തായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതിനൊരു ഗ്യാപ്പുണ്ടായിരുന്നു. ആ ഗ്യാപ്പാണ് പശ്ചാത്തല മേഖലാ വികസനം. അത് കിബി നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ അനുപമമായ ഒരു വികസന മാതൃക കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചൊരു ഔദാര്യം തന്നില്ലെങ്കിലും കേരളത്തെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 10-15,000 രൂപയുടെ ഒരു കുടിശ്ശിക, ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് നിങ്ങൾ കണക്ക് നോക്കിയാൽ മതി. 2 ലക്ഷം കോടി രൂപയാണ് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ്. 1,10,10,000 കോടി രൂപ കേരളത്തിൻ്റെ തനത് വരുമാനവും നികുതി വരുമാനവും നികുതിയേതര വരുമാനമാണ്. 42,000 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ കടമെടുക്കാനുള്ള റൈറ്റാണ്. കേന്ദ്രം തരുന്ന പൈസയല്ല, നമ്മുടെ GDP-യുടെ 3%, 42,000 കോടി രൂപ. ബാക്കി കേന്ദ്ര നികുതി വിഹിതത്തിൽ നമുക്ക് കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് ഒരു 38-40 കോടി അടുത്ത് വരും. അതിപ്പോൾ ഈ GST-യുടെ പ്രശ്നം വന്നാൽ ഒരു 10,000 കോടി കുറയുമെന്നാണ് അവസാനം വന്ന കണക്ക്. ആ 10,000 കോടി രൂപയുടെ ദാരിദ്ര്യം ഇവിടെ കിടക്കും. ആ ദാരിദ്ര്യം വന്ന ഉടനെ പ്രതിപക്ഷ നേതാവും കൂട്ടിറങ്ങും. ചില ആളുകൾ ചട്ടി എടുത്തുകൊണ്ട് സമരത്തിനിറങ്ങും. മാധ്യമങ്ങൾ വലിയ കോലാഹലം കൊടുക്കും. ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം നടക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ വന്നാൽ, ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാൽ, അതോടുകൂടി മെഡിക്കൽ കോളേജെല്ലാം തകർന്നു, അതോടുകൂടി ആശുപത്രികൾ തകർന്നു, അതോടുകൂടി ഭരണം തകർന്നു. ഓരോ ദിവസവും ആഖ്യാനം എഴുതുകയാണ്. അല്ല, അതിലിപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പോലീസാണ്. NRI അതിൽ പുതിയതായി ഇപ്പോൾ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പോലീസാണെന്നാണ് അതിൽ ഈ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ ഈ ഒരു ഇല്ലെങ്കിൽ പിന്നെ പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. പെണ്ണ് കിട്ടില്ല, പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി. അതല്ല ഈയിടെ നടത്തിയത്. ഒരു ഇന്ദുചൂടൻ മരിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു.
മരിച്ചത് പോലീസ് മർദ്ദനം മൂലം. ആരാ പറയണത്? അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ ഈ ഇന്ത്യയോടിന് മർദ്ദനേറ്റെന്ന് പറയുന്നത് ഏത് കൊല്ലാണ്? 2000 ആണ്ടിലെ. അപ്പോൾ 25 കൊല്ലം മുമ്പത്തെ സംഭവമാണ് ഇപ്പോഴത്തെ പത്രത്തിലെ വാർത്ത. ഞാൻ പലതും നോക്കി. 10 കൊല്ലം പഴക്കമുള്ളത്, 15 കൊല്ലം പഴക്കമുള്ളത് എല്ലാം കൂടെ ചേർത്തിട്ട് കേരള പോലീസിനെതിരായിട്ടൊരു ആഖ്യാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു പത്രത്തിലെ മുഖപ്രസംഗം കേട്ട് ഞെട്ടിത്തെരിച്ചു പോയി. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണായി എന്നാണ് പത്രത്തിലെ മുഖപ്രസംഗം. ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതിൻ്റെ തലേദിവസ വാർത്ത എന്ന് പറയുന്നത് NRIF റാങ്കിങ്ങിൽ കേരളം മികച്ച നേട്ടമാണ്. 300 കോളേജുകൾ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്ത്. അതിൽ 74 കോളേജ് കേരളത്തിലാണ്. ആ 74 18 കേരളത്തിലെ സർക്കാർ കോളേജാണ്. ഈ സർക്കാർ കോളേജ് നേട്ടം ഉണ്ടാക്കിയത് കിബിയില്ലേ നടക്കുമോ? ഇവിടുത്തെ സർവകലാശാലകൾ, കേരള സർവകലാശാല 6ാം സ്ഥാനത്ത്, കുസാറ്റ് 7ാം സ്ഥാനത്ത്. ഏത് ആകെ 100 എണ്ണത്തിൽ 6 7 കേരളത്തിലെ സർവകലാശാലകൾ ആദ്യത്തെ ഒരു 50-നകത്ത് കിടക്കുകയാണ്. ഇത്രയും മികവാർന്നൊരു കേരളം ഉണ്ടായിട്ട് NRIF റാങ്കിങ്ങിൽ ഇതെല്ലാം ഈ നേട്ടമെല്ലാം ഉണ്ടാക്കിയിട്ടും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കിൻ്റെ കണക്ക് വന്നപ്പം അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മളെന്നുള്ള റിപ്പോർട്ട് ഏറ്റവും അവസാനം പുറത്തു വന്നില്ലേ? പക്ഷെ തകരുന്ന കേരളം, ഈ കേരളം തകരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുള്ളൂ, ഇനി മോദിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേരളത്തെ, കോൺഗ്രസ്സുകാർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം കേരളം എന്ന് പറയുന്നത് എങ്ങനെ വളർത്തണം നമുക്ക് പഠിച്ചു. 20,000 കോടി രൂപയാണ് ഓണക്കാലത്ത് പമ്പ് ചെയ്തത്. ആഗസ്റ്റ് മാസത്തിൽ ആ പണം ജനങ്ങളുടെ കയ്യിലെത്തി. അതുകൊണ്ട് ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ആളുകൾ ഫ്രീ ആയി. നിങ്ങൾ കമ്പോളം പോയി നോക്കിയോ, കച്ചവടം പോയി നോക്കിയോ, എങ്ങനെ കേരളത്തെ വികസിപ്പിക്കണമെന്ന് പിണറായി സർക്കാരിന് നല്ല അറിയാം. ബാലഗോപാൽ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് മികവാർന്ന ധനകാര്യ മാനേജ്മെൻറ്റ് എല്ലാ മേഖലയിലും ആ നേട്ടമാണ്. നമുക്കൊരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത്ര കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിലെ ബഹുജനങ്ങളോട് കൈകൂപ്പി CPM-ന് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആനുകൂല്യം 2 ആഴ്ച നീക്കി വെക്കേണ്ടി വന്നാൽ, 2 ആഴ്ച മാറ്റി വെക്കേണ്ടി വന്നാൽ അത് വെച്ച് സർക്കാരിനെ ആക്രമിക്കാൻ ഇറങ്ങരുത്. ഞാനിപ്പോൾ ഏറ്റവും അവസാനം കേട്ടുകൊണ്ടിരിക്കുന്നത് നെല്ല് വിലയാണ്. കേന്ദ്ര സർക്കാർ 2601 കോടി രൂപ നെല്ല് വിലയിൽ കേരളത്തിന് കിട്ടണം, സപ്ലൈകോക്ക് തരാനുണ്ട്. നമ്മൾ കർഷകർക്ക് ഈ ഓണക്കാലത്തും ഒരു 10,260 കോടി രൂപ കൊടുക്കാനുണ്ട്. സത്യമാണ്, 2600 മോദിയാണ് തരേണ്ടത്. അത് സപ്ലൈകോക്ക് തരാതായിട്ട് 5 കൊല്ലമായി. സപ്ലൈകോയ്ക്ക് ആ സാധനം കൃത്യമായിട്ട് ആ പണം കേന്ദ്രം തന്നിരുന്നെങ്കിൽ ഈ സപ്ലൈകോയിൽ ഇപ്പോൾ ഈ ഓണക്കാലത്ത് കണ്ട സമൃദ്ധി എല്ലാ മാസവും ഉണ്ടാവില്ലേ? നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ മോദി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളുടെ കേരളത്തിനെതിരെ ഇങ്ങനെ വികാരപരമായ ആളുകൾക്കിടയിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ഇറങ്ങിത്തിരിക്കരുത്. സർക്കാർ ജീവനക്കാരാവട്ടെ, ഈ കേരളത്തിലെ ഏതു മനുഷ്യരുമാവട്ടെ, അർഹതപ്പെട്ടത് മുഴുവൻ തരാൻ കഴിയും. ചിലപ്പോൾ 2 ആഴ്ച മാറ്റി വെക്കേണ്ടി വരും, 1 മാസം മാറ്റി വെക്കേണ്ടി വരും. അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാകണം. ഈ കേന്ദ്രം ചെയ്യുന്ന ഏറ്റവും കേരളത്തെ തകർക്കുന്ന ഈ കടന്നാക്രമണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു യുദ്ധത്തിലാണ് മലയാളി, മോദിയുമായിട്ടുള്ള യുദ്ധത്തിലാണ് മലയാളി. ഒരു യുദ്ധകാല ഗവൺമെൻറ്റാണ് കേരളത്തിലെ പിണറായി സർക്കാർ. ഈ യുദ്ധകാല സർക്കാരിന് ഒരല്പം ഔദാര്യം മാധ്യമങ്ങൾ തരണം. ഇത്രയും നമ്മൾ അഭ്യർത്ഥിക്കുന്നു.